യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിദിനം 100 മുതൽ 135 വരെ കപ്പലുകൾ സ്വതന്ത്രമായി സഞ്ചരിച്ച ഹോർമൂസ് കടലിടുക്കിലൂടെ മാർച്ച് 1 മുതൽ 15 വരെയുള്ള 2 ആഴ്ച കാലയളവിൽ വെറും 89 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയത്. അതിൽ തന്നെ കേവലം 16 എണ്ണം മാത്രമാണ് എണ്ണ ടാങ്കറുകൾ. ഗതാഗതത്തിലുണ്ടായ ഈ വൻ ഇടിവ് ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ തങ്ങളുടെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാരിടൈം ഡേറ്റ ഏജൻസികളായ ലോയിഡ് ലിസ്റ്റ്, കെപ്ലർ എന്നിവ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മാർച്ച് ആദ്യവാരം മുതൽ ഇതുവരെ ഇറാൻ 16 ദശലക്ഷം ബാരലിലധികം എണ്ണ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും യുദ്ധ സാഹചര്യങ്ങളെയും മറികടക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് ഡാർക്ക് കപ്പലുകളെയാണ്. തങ്ങളുടെ ലൊക്കേഷൻ വ്യക്തമാക്കുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്ത് റഡാറുകളിൽ പെടാതെ രഹസ്യമായി സഞ്ചരിക്കുന്ന ഇത്തരം കപ്പലുകൾ വഴിയാണ് ഇറാൻ എണ്ണ വിപണിയിലെത്തിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണുവെട്ടിച്ച് ചൈനയിലേക്കും മറ്റും എണ്ണ എത്തിക്കാൻ ഈ ഷാഡോ ഫ്ലീറ്റ് സംവിധാനം ഇറാനെ സഹായിക്കുന്നു. യുദ്ധം രൂക്ഷമാണെങ്കിലും ഇറാനുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ തങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടുന്നതിൽ വിജയിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യയുടെ ഇടപെടലാണ്. LPG വഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾ മാർച്ച് 13-14 തീയതികളിൽ ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയതുപോലെ ഇറാനുമായി നടത്തിയ ഉന്നതതല ചർച്ചയാണ് ഈ സുരക്ഷ ഉറപ്പാക്കിയത്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി പശ്ചിമേഷ്യയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നയതന്ത്ര വിജയം നിർണായകമാണ്. സമാനമായ രീതിയിൽ പാകിസ്ഥാന്റെ കറാച്ചി എന്ന ക്രൂഡ് ഓയിൽ ടാങ്കറും കഴിഞ്ഞ ദിവസം കടന്നുപോയി. അയൽ രാജ്യമായ ഇറാഖും തങ്ങളുടെ എണ്ണ ടാങ്കറുകൾ സുരക്ഷിതമായി കടത്തിവിടാൻ ഇറാനുമായി സജീവ ചർച്ചകൾ നടത്തിവരികയാണ്. ആക്രമണങ്ങൾ ഭയന്ന് പല കപ്പലുകളും സ്വീകരിക്കുന്ന പുതിയ തന്ത്രം ശ്രദ്ധേയമാണ്. തങ്ങൾ ചൈനയുമായി ബന്ധമുള്ളവരാണെന്നോ കപ്പലിൽ ചൈനീസ് ജീവനക്കാരാണുള്ളതെന്നോ റേഡിയോ സന്ദേശങ്ങളിലൂടെ കപ്പലുകൾ നിരന്തരം അറിയിക്കുന്നു. നിലവിൽ ഇറാന്റെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് കപ്പലുകളെ ആക്രമിക്കാൻ ഇറാനോ അവരെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളോ തയ്യാറാകില്ല എന്ന വിശ്വാസമാണ് ഈ നീക്കത്തിന് പിന്നിൽ. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകരാതെ നിൽക്കുന്നത് ചൈനയിലേക്കുള്ള ഈ എണ്ണയൊഴുക്ക് കാരണമാണ്. യുദ്ധം തുടങ്ങിയതോടെ ആഗോള എണ്ണവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ എണ്ണവില 40% വർദ്ധിച്ച് ബാരലിന് $100 മുകളിൽ എത്തി നിൽക്കുന്നു. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന ആശങ്ക ശക്തമാണ്. അമേരിക്ക, ഇസ്രയേൽ, അവരുടെ സഖ്യകക്ഷികൾ എന്നിവർക്ക് ഒരു തുള്ളി എണ്ണ പോലും നൽകില്ല എന്ന കർക്കശ നിലപാടിലാണ് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഉപയോഗിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ സമ്മർദ്ദം ചെലുത്താനാണ് അവർ ശ്രമിക്കുന്നത്. എണ്ണവില നിയന്ത്രിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷികൾക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനും കപ്പലുകൾക്ക് സുരക്ഷ നൽകാനുമായി യുദ്ധക്കപ്പലുകൾ അയക്കാനും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ ഇറാന്റെ പ്രധാന എണ്ണ സംരക്ഷണ കേന്ദ്രമായ ഖാർഗ് ഐലൻഡിലെ സൈനിക കേന്ദ്രങ്ങളിൽ US ബോംബാക്രമണം നടത്തിയത് സ്ഥിതിഗതികൾ വഷളാക്കി. എങ്കിലും എണ്ണ ഉൽപ്പാദനത്തെയും കയറ്റുമതിയെയും നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ തൽക്കാലം ഒഴിവാക്കിയതായി ട്രംപ് പ്രസ്താവിച്ചു. വിപണിയിൽ എണ്ണയുടെ ലഭ്യത പൂർണ്ണമായും നിലച്ചാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു നിയന്ത്രിത നീക്കത്തിന് പിന്നിൽ. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ലെങ്കിലും അത് ഇപ്പോൾ ഇറാന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഫിൽട്ടറായി പ്രവർത്തിക്കുകയാണ്. തങ്ങൾക്ക് അനുകൂലമായ രാജ്യങ്ങളെയും സ്വന്തം കയറ്റുമതിയെയും മാത്രം അനുവദിക്കുന്ന ഒരു തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും സൈനിക ബലം ഉപയോഗിച്ച് കടലിടുക്ക് പൂർണ്ണമായി തുറക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളും സൈനിക നീക്കങ്ങളുമായിരിക്കാം ലോകത്തിന്റെ ഊർജ്ജ ഭാവിയെ നിർണ്ണയിക്കുക.